പ്രസാദ്, പോറ്റിക്ക് അനുകൂലമായുള്ള പോറ്റിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ചു. അത് നിസ്സാരമായി കാണാനാകില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും കമ്മീഷണറുടെയും ഒക്കെ ഇടപെടലുകൾ അത് സംശയകരമെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുമ്പോൾ, നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തണം, ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് കൂടി അന്വേഷണം എത്തണം എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും SITയുടെ അന്വേഷണത്തിൽ വരിക, അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ഒരു മുന്നോട്ട് പോകാതിരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നുള്ളതാണ് വിനീത. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത്, അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന തട്ടിപ്പാണ് ഇത് എന്നുള്ളതാണ്. ഈ മോഷണത്തിന് ആദ്യം തന്നെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ദേവസ്വത്തിന്റെ ഭരണസമിതിയാണ് എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയതാണ്. അതായത് അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു അന്വേഷണ രീതിയാണ് ദേവസ്വം വിജിലൻസിൻ്റെത്. പക്ഷേ അവർ പോലും കണ്ടെത്തി അതിൽ ആ ഭരണസമിതി അംഗങ്ങൾ തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. കാരണം ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അറിയാതെ ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരന് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി വിൽക്കാനും അവരുടെ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും കഴിയില്ല എന്ന കാര്യം നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ അന്വേഷണം തുടങ്ങി ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞ് ആദ്യ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഈ ഘട്ടത്തിലും ഗൂഢാലോചനയിലേക്കോ ഭരണസമിതി അംഗങ്ങളിലേക്കോ ഉദ്യോഗസ്ഥരിലേക്കോ ഈ അന്വേഷണം പോയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനമാണ് വിനീത. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളെ മാത്രം കറങ്ങിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് അന്വേഷണ സംഘം പോയി എന്നുള്ളതാണ്. ഇതിൽ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിലുള്ള ആളുകൾ. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു തട്ടിപ്പുകാരൻ വിചാരിച്ചാൽ ഒരു കാരണവശാലും ശബരിമലയിലെ സ്വർണം ഊരിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അന്നത്തെ A. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതിന്റെ ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ മുരാരി ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു സംവിധാനമായിരുന്നു ഇതിൽ. അതിലെ ഒരു ടൂളാണ് ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള അനന്ത സുബ്രഹ്മണ്യത്തിന് ചോദ്യം ചെയ്തു. പക്ഷേ ഉദ്യോഗസ്ഥരിൽ ഒരാളെ പോലും വിളിച്ച് ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭരണാധികാരികളെ, ഭരണസമിതി അംഗങ്ങളെ ഇതുവരെയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. വെറും 6 ആഴ്ച മാത്രമാണ് അന്വേഷണത്തിന് ആകെയുള്ള കാലപരിധി എന്ന് പറയുന്നത്. ഈ 1.5 മാസത്തിനകത്ത് വേണം ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാ തെളിവുകളും കണ്ടെത്തി ഹൈക്കോടതിയുടെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിൽ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ എന്തുകൊണ്ട് ഭരണസമിതിയിലേക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലേക്കും പോയില്ല എന്ന സംശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഹൈക്കോടതി ഇങ്ങനൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ് വിനീത, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം വരുന്ന ആളുകളെയും വെച്ച് അന്വേഷിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഇടപെടലും ഉള്ള സാഹചര്യത്തിൽ. വിനീത, അതാണ് കേരള പോലീസിന്റെ മാത്രം വിശ്വാസ്യതയുടെ പ്രശ്നമല്ല, ഇത് കോടതി കൂടി ഭാഗമായിട്ടുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. നമുക്ക് ഹരിമോഹനിലേക്ക് കൂടി പോകാം. ഹരി, ഇതിപ്പോൾ ഏറ്റവും നിർണായകമായ മൊഴികൾ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ഭാഗത്തു നിന്നുകൂടി വരികയാണ്. പോറ്റി, അനന്ത സുബ്രഹ്മണ്യം, ഈ 2 പേരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തത് പോറ്റി പറഞ്ഞിട്ടാണെന്ന് അനന്ത സുബ്രഹ്മണ്യം പറയുന്നു. പക്ഷേ ഇനി അന്വേഷണം നീളേണ്ടുന്ന ഒരു വലിയ പട്ടികയുണ്ട്. കൂടുതൽ സ്പോൺസർമാരെ ചോദ്യം ചെയ്തെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ വലിയ സ്രാവുകളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കണം? വിനിത, ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷണ സംഘം കാണുന്നത് ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതായത് 2019 കൊള്ളയടിച്ച അല്ലെങ്കിൽ കവർച്ച ചെയ്ത ആ സ്വർണത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു അംശം അല്ലെങ്കിൽ ആ സ്വർണം വിറ്റു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച വലിയൊരു കടമ. കാരണം 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇത് കൈകാര്യം ചെയ്ത, അതായത് ഈ സ്വർണം വിറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് കൈകാര്യം ചെയ്ത കർണാടക സ്വദേശികളിലേക്ക് കൂടി അന്വേഷണം വിശദമായി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാരണം നിലവിൽ 15 പേരുടെ പേരുകൾ അന്വേഷണ സംഘത്തോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രതിപട്ടികയിലുള്ള ആളുകളല്ല, അതല്ലാതെ പ്രതിപട്ടികയ്ക്ക് പുറത്തുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരല്ലാത്ത ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകളാണിവർ. അവരിലേക്ക് അന്വേഷണം എത്തിച്ചേരേണ്ടതുണ്ട്, അവരെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്, അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം. അതിന്റെ തുടക്കം എന്നോണമാണ് ഈ അനന്ത സുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തി, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി
അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. സുബ്രഹ്മണ്യം പറഞ്ഞ മൊഴികളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അത് നാഗേഷിന് കൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നാഗേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അനന്തസുബ്രഹ്മണ്യത്തിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അപ്പോൾ ഈ നാഗേഷിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വർണം ഹൈദരാബാദിൽ എത്തിച്ച് എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. മാത്രമല്ല നാഗേഷ് നേരിട്ട് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് കരുതപ്പെടുന്ന ആളാണ്. മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റാളുകളിലേക്ക് കൂടി എത്താൻ നാഗേഷിനെ ഉപയോഗിക്കാം എന്നുകൂടി അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക, നാഗേഷിനെ കണ്ടെത്തുക, ഒപ്പം തന്നെ മറ്റ് കൽപേഷ് എന്ന് പറയുന്ന യഥാർത്ഥ പേരാണോ എന്നതിൽ പോലും ഇപ്പോൾ സംശയമുണ്ട്. കൽപേഷ് എന്ന് പറയുന്ന ആളെ കണ്ടെത്തുക, അതുപോലെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റാളുകളെ കണ്ടെത്തുക, അതിലേക്കാണ് അന്വേഷണം ഇനിയിപ്പോൾ ഊന്നാൻ പോവുക. അതിന്റെ അടുത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കും ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളിലേക്ക് വരിക. സ്വർണം എവിടെ പോയി, ഈ തട്ടിയെടുത്ത 500 ഗ്രാം സ്വർണം എവിടെ പോയി, ഉദ്യോഗസ്ഥർക്ക് തന്നെ അതിന്റെ അറിവുണ്ടാവും എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വിനീത, പക്ഷേ നിലവിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് കൃത്യമായി തെളിയിക്കുന്ന, അതായത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയ പ്രാഥമിക കണ്ടെത്തൽ, അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ പോറ്റി നൽകിയ ചില മൊഴികൾ, അതിനപ്പുറത്തേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ കിട്ടി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാകും ദേവസ്വം ഉദ്യോഗസ്ഥരെയും പിന്നീട് തുടർന്ന് ഭരണസമിതിയെയും അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അതിനു മുൻപ് തന്നെ ഇത് എവിടെയാണോ തുടങ്ങിയത്, അതായത് ഈ ഗൂഢാലോചന എവിടെയാണോ തുടങ്ങുന്നത്, ആ തുടക്കത്തിൽ നിന്ന് ആളുകളെ കണ്ടെത്തുക, അവരുടെ ഭാഗത്ത് നിന്ന് മൊഴിയെടുക്കുക, ആ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കേന്ദ്രീകരിക്കുന്നത്. ആ തുടക്കത്തിൽ നിന്ന് പുറപ്പെട്ടാൽ മാത്രമേ ഈ പറയുന്ന ഉന്നതരിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതൊരു പക്ഷേ 6 ആഴ്ചക്ക് അപ്പുറത്തേക്ക് എടുക്കുമെന്ന് വരെ അന്വേഷണ സംഘം ഒരു കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട്. കാരണം 6 ആഴ്ച കൊണ്ട് ഇത്രയധികം ആളുകളെ കണ്ടെത്തുക, മറ്റ് സ്ഥലങ്ങളിൽ പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി. എന്തായാലും ഇപ്പോൾ നിലവിൽ കർണാടക ബേസ് ചെയ്ത് കർണാടകയിൽ ഗൂഢാലോചന നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ അനന്തസുബ്രഹ്മണ്യമാണ് ആദ്യത്തെ കണ്ണി.